നമുക്കിന്ന് പപ്പട ചമ്മന്തി ഒന്ന് തയ്യാറാക്കി നോക്കാവേ. അതിന് വേണ്ടി ഞാനിവിടെ വറ്റൽമുളക്, അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ചുവന്നുള്ളി, കറിവേപ്പില, തേങ്ങ, പപ്പടം ഞാൻ ഇതുപോലെ പൊളിച്ച് വെച്ചിട്ടുണ്ട്, വറുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട്, വെളിച്ചെണ്ണയാണേ, ഇതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി ഉള്ളിയും മുളകും ഒക്കെ ഒന്ന് ഉള്ളി ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം വേണമെങ്കിൽ മുളകിട്ട് കൊടുക്കാം, ഇഞ്ചി എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയൊരു പീസ് വാളംപുളി ഉണ്ടല്ലോ, നീളമുള്ള പുളി, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം ഒന്ന് വഴൻ്റെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ചൂടാറിയ ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഇവിടെ തണുത്തപ്പോൾ മിക്സിയിൽ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാദ്യം നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്ത ശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ക്രഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പപ്പടത്തിന് നമുക്ക് ഉപ്പുണ്ടല്ലോ, അപ്പം ഒത്തിരി ഉപ്പില്ല, എന്നാലും ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ട് നോക്കണം. ഇത് നമുക്ക് പപ്പടവും കൂടെ പൊടിച്ച് ഇത് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 പപ്പടമാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു കറിവേപ്പില നമ്മൾ വഴറ്റിയപ്പോൾ ഇട്ടു, പക്ഷേ പച്ചക്കറിവേപ്പില ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണവും ടേസ്റ്റുമാണ്. നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം. ഒന്ന് ക്രഷ് ചെയ്ത് ഇങ്ങനെ ഞെക്കി കൊടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പം നല്ലതായി വരും, ഒത്തിരി അങ്ങ് അരഞ്ഞു പോകണ്ട. അങ്ങനെ നമ്മുടെ പപ്പട ചമ്മന്തി ഇവിടെ റെഡി ആയിട്ട് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഈ കാണുന്ന പോലെ ഇച്ചിരി വലിയ കളറായിട്ടൊന്നും ഇല്ല, പക്ഷെ നമ്മൾ എണ്ണയ്ക്കകത്ത് വഴറ്റിയത് വറ്റൽമുളക് ആയതുകൊണ്ട് എരിവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം കളറൊന്നും നോക്കേണ്ട ആവശ്യമില്ല, നല്ല ടേസ്റ്റുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല, നല്ല പപ്പട ചമ്മന്തി കൂട്ടി നമുക്ക് കഴിക്കാം. ഇല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം, നല്ല സ്വാദാണ് കേട്ടോ.